വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി ഒരു ചെമ്മീൻ തീയൽ. അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ചെമ്മീൻ വേണം, തക്കാളി, പച്ചമുളക്, കൊച്ചുള്ളി, കിഴങ്ങ്. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായ കുടംപുളി വേണമെങ്കിൽ എടുക്കാം, പച്ചമാങ്ങ വേണമെങ്കിൽ പച്ചമാങ്ങ ഇടാം. പുളി അധികം വേണ്ടെങ്കിൽ തക്കാളി തന്നെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ വലിയ ജീരകം അഥവാ പെരുംജീരകം, കുരുമുളക്, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ കുറച്ച് തേങ്ങ, നല്ല ഉണക്ക തേങ്ങയായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് ഒരു മൺചട്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിൻ്റെ അകത്തോട്ട് കൊച്ചുള്ളിയും കിഴങ്ങും തക്കാളിയും പച്ചമുളകും നല്ലോണം വേവിച്ചെടുക്കണം. കുഞ്ഞ് ചെമ്മീനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോൾ ഇട്ടാൽ മതി. ഇവിടെ നല്ല അത്യാവശ്യം വലിയ ചെമ്മീനാട്ടോ, കഴന്തൻ ചെമ്മീൻ എന്ന് പറയും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് തന്നെ അങ്ങ് വേവിക്കുവാണ്. ഇച്ചിരി വേവുണ്ട് കേട്ടോ. അപ്പം വേഗം തന്നെ നമുക്കിതങ്ങ് വേവിക്കാൻ വെക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ആവശ്യത്തിന് വേവിക്കാനുള്ള വെള്ളവും കൂടെ വെച്ച് നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഈ കഷ്ണങ്ങളും ചെമ്മീനൊക്കെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മതി. അത് അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്ത് അടുപ്പിലോട്ട് അരപ്പങ്ങ് തയ്യാറാക്കാം കേട്ടോ. ഇതിനകത്ത് പാടെന്ന് പറയുന്നത് തേങ്ങ വറുത്തെടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പം തേങ്ങ നമുക്ക് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും ചട്ടിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് തീ കൂട്ടി വെക്കണേ. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തീ കുറച്ച് വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ചെമ്മീൻ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് തീ കുറച്ച് കൈ എടുക്കാതെ നല്ല രീതിയിൽ ഇളക്കി 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 വേണം ഈ മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പം തേങ്ങയിലെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. കൈ ഇളക്കാതെ എടുക്കണം കേട്ടോ. കൈ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ പോരാൻ തോന്നുവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പം നല്ലോണം തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ച വലിയ ജീരകവും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. കണ്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ അപ്പറെ ഉള്ളിയും കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചില്ലേ, ഇത് വറയ്ക്കകത്ത്, അതായത് എണ്ണയ്ക്കകത്ത് കടുക് താളിച്ചിട്ട് ഈ കഷ്ണമൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വയറ്റിയെടുക്കാനും പറ്റും കേട്ടോ. നല്ല ഉണക്ക തേങ്ങയാണെങ്കിൽ തീയിൽ വെച്ച് വരുമ്പോൾ നല്ല രീതിയിൽ എണ്ണ തെളിയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. എനിക്കിവിടെ നല്ല ഉണക്ക തേങ്ങയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒത്തിരി എണ്ണ ആയിക്കഴിഞ്ഞാലും കറി കൊള്ളത്തില്ലല്ലോ. അതാണ് അങ്ങനെ വേവിക്കാൻ വെച്ചത്. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഈ കിഴങ്ങിട്ടതിന് പകരം ചേന ഇട്ട് തീയിൽ വെക്കുന്നവരുണ്ട്, പടവലങ്ങ ഇടുന്നവരുണ്ട്. എല്ലാം ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ കിഴങ്ങിടുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ അതേ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ നിറമായിട്ട് വരുന്നുണ്ട്. ഇത്രയും പോരാ, നല്ല രീതിയിൽ തേങ്ങ മൂത്ത് കിട്ടണം. എങ്കിൽ ആ തീയലിന് കറക്റ്റ് കളറും ടേസ്റ്റും കിട്ടത്തുള്ളൂ കേട്ടോ. ഇത്രയും മൂപ്പിച്ചിട്ടൊക്കെ കറി വെക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കറിയാവുന്നവർ തന്നെ ഉണ്ട്. അതുകൊണ്ട് പതുക്കെ ഇച്ചിരി ക്ഷമിച്ച് നിന്ന് തേങ്ങ വറുത്തെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, നിറം ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം, വേഗം കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇപ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി. നല്ല രീതിയിൽ കൈ എടുക്കാതെ ഇളക്കണം. ഈ മസാലപ്പൊടികളും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ തീയിലെ ടേസ്റ്റ് മാറും. ഞാൻ തീ ഓഫ് ചെയ്തെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീനും തക്കാളിയും കിഴങ്ങും എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ തേങ്ങ അങ്ങ് നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് ഒരു ജാറിലിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല വറുത്ത തേങ്ങ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ അരച്ചാലും നമുക്ക് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും. പക്ഷേ അരപ്പ് കുറവായിരിക്കും, എണ്ണ തെളിഞ്ഞ് കിട്ടും. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചിട്ട് അരപ്പിലോട്ട് കഷ്ണത്തിലോട്ട് അങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കാം. അവിടെ നിന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് കടുക് താളിക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ കറിയിലോട്ട് നമുക്ക് താളിച്ചൊഴിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ചെമ്മീൻ തീയൽ. തേങ്ങ വറക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഉപ്പ് പോരാത്ത ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് നമുക്ക് ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നാടൻ കറക്റ്റ് ചെമ്മീൻ തീയൽ ഞങ്ങളിവിടെ വെക്കുന്നത്. അപ്പം ഇതുപോലെ ചെയ്ത് എല്ലാവരും നോക്കണം. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകുമായിരിക്കും. ഇതുവരെയും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കറി എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരും ഒക്കെ വേഗം ലൈക്കും കമൻറ്റും ചെയ്ത് ചാനലൊന്ന് സബ്ബാക്കി ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ടാറ്റാ.